ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം എന്ന മൊഡ്യൂളിലെ ഇൻഡെപ്ത് സിലബസ് അനാലിസിസ്, ബുക്ക് ലിസ്റ്റ് ആൻഡ് MCQ റെഫറൻസ് ബുക്സ് ആൻഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ആദ്യത്തെ പാർട്ട് വരുന്നത് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ നമ്മുടെ നോർമൽ റെഫറൻസ് ആയ NCERT ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കണ്ടന്റ്സ് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റത്തില്ല. NCERTയിൽ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാം. പിന്നെ സിലബസിൽ എല്ലാത്തിന്റെയും മെയിൻ ഹെഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ഹെഡിങ്സിന്റെ അണ്ടറിലും എന്തൊക്കെ ടോപ്പിക് മാൻഡേറ്ററി ആയി നമ്മൾ കവർ ചെയ്യണം, നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ബുക്ക് ലിസ്റ്റ് നോക്കുന്നുണ്ട്. ദെൻ MCQs, കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് യൂസ് ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. ദെൻ സ്റ്റഡി പ്ലാൻ, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള സിലബസ് നോക്കാം. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. അതിൽ തന്നെ 4 ഡിഫറെന്റ് സെക്ഷൻ ആണുള്ളത്. സെക്ഷൻ A, B, C ആൻഡ് D. സെക്ഷൻ എയിൽ നിന്ന് 2 മാർക്കാണ് വരുന്നത്. അപ്പൊ സെക്ഷൻ എയിലെ ടോപ്പിക്സ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, അല്ലെ തന്നെ ഡിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇറർ ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. ഇനി രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് സെക്ഷൻ B ആണ്. സെക്ഷൻ ബിയിൽ നിന്ന് 3 മാർക്കാണ് വരുന്നത്. അതിന്റെ ടോപ്പിക് നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെന്റ് ടോർക്ക് ഡാമ്പിംഗ് സിസ്റ്റം, മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് യൂസിംഗ് മൾട്ടിപ്ലയേഴ്സ്, ഓം മീറ്റേഴ്സ്, എനർജി മീറ്റേഴ്സ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റേഴ്സ്. ദെൻ മൂന്നാമത്തെ സെക്ഷൻ ആണ് സെക്ഷൻ C. അതിൽ നിന്ന് 2 മാർക്കാണ് വരുന്നത്. അതിലെ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. DC ആൻഡ് AC ബ്രിഡ്ജസ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ഹേസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഷിയറിംഗ് ബ്രിഡ്ജ്, വെയിൻ ബ്രിഡ്ജ്. ഇനി നാലാമത്തെ സെക്ഷൻ D ആണ്. അതിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ജനറൽ ബ്ലോക്ക് ഡയഗ്രാം, ലിസാജോസ് പാറ്റേൺ, ഫ്രീക്വൻസി മെഷർമെന്റ്, ഫേസ് ആംഗിൾ മെഷർമെന്റ്, ഡുവൽ ട്രേസ് ആൻഡ് DSO. 3 മാർക്കിന്റെ സെക്ഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇൻഡെപ്ത് സിലബസ് അനാലിസിസും ഓരോ സെക്ഷൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്സ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ സെക്ഷൻ എയില് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും പറഞ്ഞിട്ടുണ്ട്, നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ നോക്കണം, വർക്കിംഗ് കൺസെപ്റ്റ്, എക്സാമ്പിൾസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. നൾ ടൈപ്പ് ആവുമ്പോഴും നമ്മൾ പ്രിൻസിപ്പിൾ അറിയണം, ബാലൻസ് കണ്ടീഷൻ, അതിൽ എന്തുകൊണ്ടാണ് അക്യുറസി കൂടുതൽ, അതിന്റെ റീസൺസ്, എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കണം. ഇനി അടുത്തത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് നമുക്ക് സിലബസിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, റെസൊല്യൂഷൻ, ലീനിയാരിറ്റി, റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി, ഡ്രിഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തത് ഡൈനാമിക് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ സ്പീഡ് ഓഫ് റെസ്പോൺസ്, ഫിഡിലിറ്റി, ലാഗ്, ഡൈനാമിക് ഇറർ. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ആ ഒരു സെക്ഷൻ എയിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇറർ ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഇറർ, ഗ്രോസ് ഇറർ, സിസ്റ്റമാറ്റിക് ഇറർ, ഇൻസ്ട്രുമെന്റൽ ഇറർ, എൻവിറോൺമെന്റൽ ഇറർ, ഒബ്സർവേഷണൽ ഇറർ, റാൻഡം ഇറേഴ്സ്, പിന്നെ നമ്മൾ ലിമിറ്റിംഗ് ഇറർ, അബ്സല്യൂട്ട് ഇറർ, റിലേറ്റീവ് ഇറർ, പെർസെന്റേജ് ഇറർ. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. അതുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇനി സ്കെയിൽ റേഞ്ച് ആൻഡ് സ്കെയിൽ സ്പാൻ. ഡെഫിനിഷൻ ഓഫ് സ്കെയിൽ റേഞ്ച്, ഡെഫിനിഷൻ ഓഫ് സ്കെയിൽ സ്പാൻ, ന്യൂമറിക്കൽ മീനിങ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ആഫ്റ്റർ ദാറ്റ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പല എക്സാംസ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഡെഫിനിഷൻസ്, ഫോർമുല, യൂണിറ്റ്സ്, ഇമ്പോർട്ടൻസ് ഇൻ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് സെക്ഷൻ B ആണ്. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ടോപ്പിക്ക് വരുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെന്റ് ടോർക്സ്, ഡാമ്പിംഗ് സിസ്റ്റം ആണ്. അതിൽ മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്, ഗാൽവനോമീറ്റർ ഇൻറ്റു അമീറ്റർ ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് യൂസിംഗ് മൾട്ടിപ്ലയേഴ്സ്, ഓം മീറ്റേഴ്സ്, എനർജി മീറ്റർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ. ഇത്രയും കാര്യങ്ങൾ അറിയണം. അടുത്ത ടോപ്പിക്ക്
ടൈപ്പ് ഓഫ് ടോർക്കും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. അതിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, ഡാമ്പിംഗ് സിസ്റ്റത്തിലെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറന്റ് ഡാമ്പിംഗ്. ഇനി അടുത്തത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ അറിയണം, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ടോർക്ക് ഇക്വേഷൻ, സ്കെയിൽ നേച്ചർ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. നമ്മൾ എന്തുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ കനോട്ട് മെഷർ AC, അതിന്റെ റീസൺ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. റോൾ ഓഫ് പെർമനന്റ് മാഗ്നറ്റ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്ന മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിന്റെ ടൈപ്സ് അറിയണം, അട്രാക്ഷൻ ടൈപ്പ്, റിപ്പൽഷൻ ടൈപ്പ്. പിന്നെ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക് അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്കെയിൽ നേച്ചർ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇവ തമ്മിലുള്ള കമ്പാരിസണും അറിയണം. മൂവിംഗ് അയണും മൂവിംഗ് കോയിലിന്റെ കമ്പാരിസണും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക് നോക്കാം. ഗാൽവനോമീറ്റർ ആണ്. അതിന്റെ ഡെഫിനിഷൻ അറിയണം, പ്രിൻസിപ്പിൾ അറിയണം, കൺസ്ട്രക്ഷൻ അറിയണം, സെൻസിറ്റിവിറ്റി, കറന്റ് ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കൺവേർഷൻസ്, ഗാൽവനോമീറ്റർ ടു അമീറ്റർ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺവേർഷൻസ്, ഗാൽവനോമീറ്റർ ടു അമീറ്റർ, ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ, ദെൻ വൈ ഷണ്ട് ഇസ് യൂസ്ഡ്, വൈ മൾട്ടിപ്ലയർ ഈസ് യൂസ്ഡ്, ദെൻ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച്, അതിൽ ഷണ്ട് റെസിസ്റ്റൻസ്, മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ്, പർപ്പസ്, ബേസിക് ഫോർമുലാസ്, ഇതെല്ലാം നോക്കി തന്നെ പോകണം. ഇനി അടുത്ത ഓംമീറ്റേഴ്സ് ആണ്. അതിൽ തന്നെ സീരീസ് ഓംമീറ്റർ, ഷണ്ട് ഓംമീറ്റർ, പ്രിൻസിപ്പിൾ, സ്കെയിൽ നേച്ചർ, സീറോ അഡ്ജസ്റ്റ്മെന്റ്, എനർജി മീറ്റർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ്. ഇനി അതിന്റെ നമ്മൾ ഓരോന്നിന്റെ അതിന്റെ കൺസ്ട്രക്ഷൻ അറിയണം, വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയണം, ഡ്രൈവിംഗ് ടോർക്ക്, ബ്രേക്കിംഗ് ടോർക്ക്, ക്രീപ്പിംഗ്, ഇറർ ആൻഡ് കോമ്പൻസേഷൻ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ്, അതിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, പ്രഷർ കോയിൽ, കറന്റ് കോയിൽ, ആപ്ലിക്കേഷൻ. ടോപ്പിക്കുകളെല്ലാം നല്ല രീതിയിൽ നോക്കി പോവുക. ഇനി സെക്ഷൻ C വരുന്ന ബ്രിഡ്ജസ് ആണ്. DC ആൻഡ് AC ബ്രിഡ്ജസ് ഉണ്ട്. അതിൽ DC ബ്രിഡ്ജിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ബാലൻസ് കണ്ടീഷൻ, ആപ്ലിക്കേഷൻസ് നോക്കണം. ദെൻ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, അതിന്റെ നീഡ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ് ഓവർ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മെഷർമെന്റ് ഓഫ് ലോ റെസിസ്റ്റൻസ്, ഈ കൺസെപ്റ്റ് ഒക്കെ നോക്കി പോവാ. AC ബ്രിഡ്ജിൽ ഹേ, മാക്സ്വെൽ, ഷിയറിംഗ് ആൻഡ് വെയിൻസ് ബ്രിഡ്ജ് ആണ് നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും നമ്മൾ അതിന്റെ ഇക്വേഷൻസ്, പർപ്പസ്, അതെന്തിനൊക്കെയാണ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ്, ഈ ബ്രിഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക. ഇനി സെക്ഷൻ D വരുന്ന CRO വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതിന്റെ ഡെഫിനിഷൻസ് അറിയണം. ബ്ലോക്ക് ഡയഗ്രാം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം. അതിന്റെ ഓരോ പാർട്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺ ഗൺ, ഡിഫ്ലക്ഷൻ സിസ്റ്റം, ടൈം ബേസ്ഡ് ജനറേറ്റർ, സ്ക്രീൻ, ദെൻ CROയുടെ ആപ്ലിക്കേഷൻസ്, അതിന്റെ ലിസാജോസ് പാറ്റേൺ, ഡെഫിനിഷൻ, ഫോർമേഷൻ, യൂസസ്, ഫ്രീക്വൻസി മെഷർമെന്റ്, ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന മെത്തേഡ്, ഫോർമുല കൺസെപ്റ്റ്, ഫേസ് മെഷർമെന്റ് യൂസിംഗ് ലിസാജോസ്, ഫേസ് മെഷർമെന്റ് യൂസിംഗ് ലിസാജോസ് പാറ്റേൺ, ഫേസ് ഡിഫറൻസ് ഐഡിയ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകണം. ദെൻ ഡ്യുവൽ ട്രേസ് CRO, അതിൽ നമ്മൾ എന്താണ് ഡ്യുവൽ ട്രേസ്, എങ്ങനെയാണ് രണ്ട് സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിന്റെ അഡ്വാൻറ്റേജ്, സിംഗിൾ ട്രേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യുവൽ ട്രേസിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയണം. ദെൻ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിന്റെ ഡെഫിനിഷൻ, അതിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം, അഡ്വാൻറ്റേജസ്, CRO വേഴ്സസ് DSO കമ്പാരിസൺ. ഇനി നമ്മൾ നോക്കുന്ന ബുക്ക് ലിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് NCERT വെച്ചിട്ട് കംപ്ലീറ്റ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇതിൽ 1-2 ടോപ്പിക്കൊക്കെ മാത്രമേ നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട നമുക്ക് 4 ഡിഫറെന്റ് സെക്ഷൻ ആണ് വരുന്നത്. 10 മാർക്ക് ഉണ്ട് അല്ലെ. അതിൽ സെക്ഷൻ A, B, C നമുക്ക് റെഫർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. എ കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ബൈ AK സ്വാൻഹി. ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ രഘുവൻഷി ആൻഡ് ഗോപാൽ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് മെഷർമെന്റ്, ഈ ടെക്സ്റ്റ് ബുക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് സെക്ഷൻ D വരുന്ന CRO ആണ് അല്ലെ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂമറിക്കൽസും അതുമായി ബന്ധപ്പെട്ട തിയറി, CROയുമായി ബന്ധപ്പെട്ട കുറെ തിയറി കൺസെപ്റ്റുകളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ബൈ
എച്ച്.എസ്. കൽസി. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സെക്ഷൻ ഡിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് MCQs. നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ പോരാ, ഒരു കേരള PSCയുടെ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യുകയും ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ അത് എങ്ങനെ നമ്മൾ പഠിച്ച തിയറി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് MCQs ഈ ഒരു ടോപ്പിക് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ 4 സെക്ഷൻസ് ഉണ്ട്. അതിലെ എല്ലാ സെക്ഷൻസും നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ VK മെഹ്ത്ത ആൻഡ് രോഹിത് മെഹ്ത്ത. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് 4 ഡിഫറെന്റ് സെക്ഷൻസ് ആണുള്ളത്. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ 10 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ അതൊന്ന് പഠിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെഷനാണ്. അതിന് നമുക്ക് 3 ദിവസം അലോട്ട് ചെയ്താൽ മതി. അതിൽ ആദ്യത്തെ ദിവസം ഇൻസ്ട്രുമെന്റ് ബേസിക് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. രണ്ടാമത്തെ ദിവസം ഇററും അതിന്റെ കൺസെപ്റ്റ്സും നോക്കുക. മൂന്നാമത്തെ ദിവസം ഈ സെക്ഷൻ എയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി നമ്മുടെ സെക്ഷൻ ബി പഠിക്കാൻ നമുക്ക് മൊത്തത്തിൽ 5 ദിവസം വേണ്ടി വരും. ആദ്യത്തെ ദിവസം ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക. രണ്ടാമത്തെ ദിവസം മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് കവർ ചെയ്ത് പോവുക. മൂന്നാമത്തെ ദിവസം ഗാൽവനോമീറ്റർ റേഞ്ച് എക്സ്റ്റൻഷൻ. നാലാമത്തെ ദിവസം മീറ്റേഴ്സ് ആൻഡ് വാട്ട് മീറ്റർ. അഞ്ചാമത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യും, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ സെക്ഷൻ നമുക്ക് കവർ ചെയ്യാൻ 3 ദിവസമേ ആവശ്യമുള്ളൂ. ആദ്യത്തെ ദിവസം DC ബ്രിഡ്ജ് നോക്കുക, രണ്ടാമത്തെ ദിവസം AC ബ്രിഡ്ജസ് നോക്കുക, അടുത്ത മൂന്നാമത്തെ ദിവസം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി സെക്ഷൻ ഡി പഠിക്കാൻ 4 ദിവസം വേണം. ആദ്യത്തെ ദിവസം നമ്മൾ CROയുടെ ബേസിക് കൺസെപ്റ്റ് നോക്കുക, രണ്ടാമത്തെ ദിവസം CROയുടെ ആപ്ലിക്കേഷൻ, മൂന്നാമത്തെ ദിവസം അഡ്വാൻസ്ഡ് CRO, ദെൻ നാലാമത്തെ ദിവസം ടോപ്പിക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSCയുടെ വിജയാശംസകൾ നേരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ അംഗമാവുന്നതാണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ഫ്രീ നോട്ട്സ്, യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഫ്രീ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.